ഫ്രൈഡേ. ഓക്കെ. ഈ ഞങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയുണ്ടാവും? കമൺ അത് പറയൂ. അജുവിൻ്റെ വീട് എവിടെയാണ് ചോദിക്കുന്നുണ്ടാ? റംല, പാലക്കാട്. ഷൈസ് ഒരാളിൻ്റെ കൂടെ അശ്വിനിക്കും വിപിൻ ചേട്ടനും കൂടെ കളിച്ചുകൂടെ ചോദിക്കുന്നുണ്ടാ? ഞങ്ങൾ ആദ്യത്തെ മീറ്റിംഗ് എങ്ങനെയാണെന്നറിയോ ഷൈൻസെ? എന്നിട്ട് അറിയില്ല, ഡാൻസ് കളിച്ചിട്ടാണ് ഞങ്ങൾ മീറ്റിംഗ്. ഞാനൊക്കെ ഇവർക്ക് ചിങ്ങമാസം വന്നു ചേർന്നാലുള്ള പാട്ടൊക്കെ വെച്ച് ജാതി പെർഫോമൻസ് പണ്ട് ചെറുപ്പത്തിൽ. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ 10ാം ക്ലാസ്സിൽ, ഞാൻ +1 അതിൻ്റെയായിരുന്നു. അപ്പം അന്ന് അവൾ 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ആ സമയത്താണ് നമ്മുടെ വീട്ടിലേക്ക് ഡാൻസ് പഠിപ്പിക്കുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയുടെ മോൻ ഡാൻസ് പഠിക്കുന്നത്. അന്ന് ഞാൻ ഒരു ട്യൂഷന് പോയിട്ടുണ്ട്. ഞാൻ ഒരു 10 മണി 10:45 ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ജാതി ബഹളം ഇപ്പം നോക്കിയപ്പോഴാണ് കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പണ്ടത്തെ ഞങ്ങൾ ഡാൻസ് സർവീസ് ആയിരുന്നു ഷൈസ്. ഇപ്പം എല്ലാം ഇങ്ങനെ നേരെ വടി വെച്ച് നടക്കണ പോലെ നടന്നിട്ട് ഇപ്പോൾ കൈയും കാലൊക്കെ വളയാണ്ടായി. അതാണ് ഉണ്ടായത്. ഷൈസ് റംലാത്ത് ഹൈ പറയുന്നുണ്ട്. ചാച്ചി ഷൈസ് അതിന് കഴിവ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. ചാച്ചി അടാ എൻ്റെ ഡാൻസിലുണ്ട് 2-3 ഡാൻസൊക്കെ ഉണ്ട് ഇല്ലേ? ഒരു ഡാൻസ് നീ ചാച്ചി മറ്റേ അസനത്തിൽ തോബ 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 എന്നുള്ള സാധനം അത് ഇവളല്ലേ? അതല്ലാണ്ട് ഞാൻ കളിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് പറഞ്ഞു നോക്കുന്ന സംഭവം ഉണ്ട്. അതിൻ്റെ പെർഫോമൻസ് കാണണ്ടായിരുന്നു ശരിക്കും. റംലാത്ത് അത് ചോദിച്ചില്ലേ? ഈ ഷൈസ് ചാച്ചിനെ ചെയ്യുന്നുണ്ട്. ഒരാൾ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ചാച്ചി. ഞാൻ രാഹുലാണ് എന്നെ മറന്നു പറഞ്ഞിട്ടാ. അത് ഞാൻ അവിടുത്തെ പറഞ്ഞു. ചേച്ചി ആണെന്ന് പറയുന്നുണ്ട് ഷൈൻസ്. അതൊന്നും സാരില്ല, നിങ്ങൾ കളിക്കുന്നുണ്ട് ഷൈൻസ്. ഞങ്ങൾ തുടങ്ങിയ ഞങ്ങൾ നിർത്തില്ല, അതാണ് ഡാൻസ് കൈ വയ്ക്കാത്തത്. ശ്രീലു തുടങ്ങിക്കോ, ഞാൻ വന്നു പറയുന്നുണ്ട് ശ്രീലു. ഓക്കെ. ഡാൻസ് വേൾഡ് ഹൈ പറയുന്നുണ്ട് ഷൈൻസ്. ശ്രീലു ഹൈ പറയുന്നുണ്ട്. ചേച്ചി പറയുന്നുണ്ട്. വിഷ്ണു പോയാ? വിഷ്ണു അജു പാലക്കാട് മണ്ണാർക്കാട് എന്ന സ്ഥലം കേട്ടോ അജുവിൻ്റെ. റംലയുടെ വീട് എവിടെയാ? കാസർഗോഡ് എവിടെയാ? കാസർഗോഡ് നമുക്കൊരാളുണ്ടാ അറിയാനാ. അവിടുത്തെ ജനറൽ ഹോസ്പിറ്റലിലേക്കൊക്കെ പോവാറുണ്ടോ? പറയൂ കള്ളപ്പൊടി വേഗം. നിങ്ങൾ എന്നെ വിളിക്കോ നാളെ? നമ്പറില്ല, ഞാൻ സേവ് ചെയ്തിട്ടില്ല. ഇഷാൻസ് കഴിവില്ലാത്തവരെ വെറുതെ പ്രോത്സാഹിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് ചേച്ചി. പോടാ, ഞങ്ങളൊക്കെ കളിക്കും ഡാൻസ്. പഞ്ചോറിൻ്റെ ഡാൻസ് കണ്ടു. പഞ്ചോറിൻ്റെ ഡാൻസ് കണ്ട് അർത്ഥന ഉണ്ടാക്കി ചിരിക്കുന്നത്. അത് നമ്മൾ ശരിക്കും കളിച്ചല്ലത്. സൈഡ് നമ്മൾ ജസ്റ്റ് കഴിവിൻ്റെ ഒരു പകുതി എടുത്ത് കാണിച്ചു തന്നുള്ളൂ. ചേച്ചി പഞ്ചോറിന കിളിയൊക്കെ മറന്നത് ചേച്ചി. അതിനെ പറഞ്ഞ ഞങ്ങളുടെ ഡാൻസിന് കാണാതിരിക്കുള്ളത്. ചേച്ചി സർക്കാർ മദ്യം ഓൺലൈനാക്കുന്നു. അല്ല സർക്കാർ മദ്യം ഓൺലൈനാക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫഹു എന്നാൽ പിന്നെ പൈപ്പ് ലൈനിൽ കൂടെ ആക്കിക്കൂടെ, എന്നിട്ട് മീറ്റർ വെച്ചാൽ മതിയാവില്ലേ? ഇറ്റാച്ചി ചിരിക്കുന്നുണ്ട്, ഷൈൻസ് ചിരിക്കുന്നുണ്ട്. അജു അമ്മ തണ്ണി വേണം സുമ്മ വാന്ന് പറയുന്നുണ്ട്. ഇവൻ പോയില്ലേ? വിഷ്ണു പോയില്ലേ? പാടിക്കോ? വലിയ ചെയ്ത് രസമൊന്നുമില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് പാടി തീർക്കാം, വലിയ മയില. അമ്മ തന്നെ വേണം വാ സുമ്മ വാന്ന് പറഞ്ഞിട്ടാ അജു. യെസ്, അതുപോലെ പിന്നെ വേറെ പാട്ട് കിട്ടിട്ടല്ലേ ദിലീപിൻ്റെ ഒരു ഡയലോഗ് ഇപ്പം ഓർമ്മ വന്നുകൊണ്ട് വരുന്നുണ്ട്. ദിലീപ് പറയുന്നില്ലേ, മോളെ അമ്മയുടെ ഡാൻസ് കണ്ട് പഠിക്കും. അമ്മയുടെ ഡാൻസ് കണ്ടാണ് അച്ഛൻ വീണേ. അച്ഛൻ എന്തേലും പറ്റിയോ? അപ്പോൾ കാവ്യ പറയും അച്ഛനല്ല അമ്മയാണ് വീണത്. ഓക്കെ, സാധാരണ സമയമല്ലേ പാട്ട് പാടുന്നതിൻ്റെ. വിഷ്ണുവിന് വരട്ടെ യാത്ര ഐഡിയ കൊള്ളാതെ കണ്ടിട്ടാച്ചി. ഞാൻ വരട്ടെ, സീരിയസ് ആയിട്ടാണ് പറഞ്ഞതുണ്ട്. വാടാ, ഞാൻ പറഞ്ഞില്ലേ ഈ സമയത്ത് നമ്മൾ ടൗണിൽ ഉണ്ടാവത്തുള്ളൂ, ബാക്കി എല്ലാ സമയത്തും ടൗണിലുണ്ട്. പോരാൻ പറ്റില്ല നമുക്ക്, വന്നു കാര്യം നടക്കില്ലേ, ഓടിയേ മതിയാവും. എബി ചേട്ടാ പാട്ട് പാടിക്കോ? ഞാൻ ഫുൾ സപ്പോർട്ട് പറഞ്ഞിട്ടാച്ചി. താങ്ക്ടാ. യാത്ര വയ്ക്കുന്നുണ്ട് ഷൈനീസ്. വിഷ്ണു വന്നെ സുഖമായി പറ.